ongoing thing. Hi friends, welcome to Gaming Gadgets. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഇന്ന് നമ്മൾ കസ്റ്റമൈസേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കസ്റ്റമൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യാമെന്ന് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ലോഡ് ആവട്ടെ, ഒരു മിനിറ്റ്, നെറ്റ് സ്ലോ ആവാം. ഓക്കെ, നോവ ലോഞ്ചർ അയ്യോ നോവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യാം. നോവ ലോഞ്ചർ പ്രൈം അല്ല കേട്ടോ. നോവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക, സാധാരണ നോവ ലോഞ്ചർ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോവ ലോഞ്ചർ പ്രൈം ഉണ്ട്, ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സാധാരണ നോവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫയലിന്റെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, ആ ഫയൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഇതാണ് ആ ഫയൽ, ഗാമിംഗ് ഗാഡ്ജറ്റ്സ് എന്നാണ് ഇപ്പോൾ ഫയലിന്റെ പേര്. ഈ ഫയൽ എക്സ്ട്രാക്ട് ഹിയർ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് വരും. അതിനകത്ത് നോവ ലോഞ്ചർ പ്രൈം ഉണ്ട്, അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക. അത് നിങ്ങൾ സാധാരണ നോവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോഞ്ചർ പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാൻ നോവ ലോഞ്ചർ പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൈം എന്ന് പറയുന്ന ഒരു ഫയൽ കൊടുത്തൊരു സാധനമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആണ് ഓക്കെ, അത് ലോഞ്ച് ഒരു ഫയൽ പോലെ ഒരു സാധനമാണ് അത്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ നോവ ലോഞ്ചറിനെ സാധാരണ നോവ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പ്രൈം ഇൻസ്റ്റാൾ ചെയ്യുക. ഇല്ലെങ്കിൽ വർക്ക് ആവില്ല, അതാണ് ഞാൻ പറയാനുള്ള കാരണം. ഓക്കെ, മനസ്സിലാന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സാധാരണ നടക്കുന്ന വാൾപേപ്പർ ഇല്ലേ, ഒരു വാൾപേപ്പർ വന്നിട്ടുണ്ട്, ആ വാൾപേപ്പർ സെലക്ട് ചെയ്യുക. വാൾപേപ്പർ സെറ്റ് ചെയ്യണം. ഓക്കെ, വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വാൾപേപ്പർ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ എങ്ങനെ വാൾപേപ്പർ സെറ്റ് ചെയ്യണത് വാൾപേപ്പർ സെറ്റ് ചെയ്യുക. ഇപ്പോൾ വാൾപേപ്പർ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വാൾപേപ്പർ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ ടോട്ടലി. ഇതാണ് നോവ ലോഞ്ചർ. ഓക്കെ, ഇനി നമ്മൾ നോവ ലോഞ്ചർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു മിനിറ്റ്. ബ്രൈറ്റ് ഫോണിൻ്റെ ക്യാമറ. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് നിങ്ങൾ ഈ ലൈറ്റ് അത് തന്നെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇംപ്രസീവ് എന്നുള്ള അവിടെ നിന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്വൈപ്പ് അപ്പ് തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് അപ്ലൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ട് ഹോം ആൻഡ് സ്ക്രീൻ ആൻഡ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ദ ഫ്ലൂട്ട് ലോഞ്ചർ എന്നുള്ള അവിടെ നിന്ന് നോവ ലോഞ്ചർ സെലക്ട് ചെയ്യാൻ ഞാൻ. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ്, പിന്നെ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ആ നോവ ലോഞ്ചർ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഐക്കൺ ഇല്ലേ, അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി, നോവ ലോഞ്ചർ ആയിക്കോളും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഇന്റർഫേസ് വന്നത്. ഇനി മെയിൻ കാര്യം തുടങ്ങുകയാണ്. അപ്പോൾ സെറ്റപ്പിൻ്റെ ഇനി നിങ്ങൾ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, കാണുന്നെല്ലാം റിമൂവ് ചെയ്യുന്നു. ടോട്ടൽ റിമൂവ് ചെയ്യുക, ഒരെണ്ണം പോലും ആവശ്യമില്ല, എല്ലാം റിമൂവ് ചെയ്ത് കളയാം. കണ്ടോ, അപ്പോൾ അവിടെ കാലിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോക്ക് ഉണ്ടാവും. ഡോക്ക് എനബിൾ ആയിരിക്കും, ഇത് ഇങ്ങനെ എനബിൾ ആയിരിക്കും, അത് ഓഫ് ചെയ്യുക. ഡോക്ക് ഇതാണ് ഡോക്ക്, ഓൺ ആക്കിയിട്ട് ഇത് എനബിൾ ആയിരിക്കും, അത് ഓഫ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ പോവുക. ഇവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ നിങ്ങൾ എല്ലാം 6 ആക്കി കൊടുക്കുക. 6. ഓക്കെ, 5 ആക്കി ശരിയാവില്ല, 5ഉം 4 ഒന്നും ശരിയാവില്ല, അതായത് 6 ആക്കി കൊടുക്കുക. ഓൾറെഡി ലേ ഔട്ട് ഒരു 10 ആക്കണം, 1:10, അതായത് 1:10 ആക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് ചെയ്യുക കുറച്ച്. എന്നിട്ട് നിങ്ങൾ ആപ്പ് ആൻഡ് വിഡ്ജറ്റ് പോവുക. ഇവിടെ ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ ആപ്പ് ആൻഡ് വിഡ്ജറ്റ് എടുക്കുക. ആപ്പ് ആൻഡ് വിഡ്ജറ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറഞ്ഞിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ്ട് കൂട്ടി കൊടുക്കുക. അപ്പം ഇങ്ങനെയാവും. ഓക്കെ, അത് കൂട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
യു ക്യാൻ ഫീൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐക്കൺ തീം ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ തന്നിരിക്കണ ഐക്കൺ തീം ഉണ്ട് യൂണിക് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യൂണിക് ഡാർക്ക് തീം ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ. അതായിട്ട് ബാക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. പിന്നെ ബാക്ക് ചെയ്ത് കളയാം. ബാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ കണ്ടു ഒരു ആരോ പോലെ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. പിന്നെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ വരും. ഇതെങ്ങനെയാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താലും വരും. പൊക്കത്തുനിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താലും അവിടെ നിന്ന് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് ചെയ്തിട്ട് സെറ്റിംഗ്സിലോട്ട് ഒന്നും കൂടി പോവാം. ലോങ് പ്രസ് ചെയ്യുക. നിങ്ങൾ ഇവിടുന്ന് കാണിച്ചു ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തിട്ട് സെറ്റിംഗ്സിലോട്ട് ഒന്നും കൂടി പോവാം. ഓക്കെ, സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്പ് ആൻഡ് വിഡ്ജറ്റ് എടുക്കുക. ഇവിടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്പാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ ഫുള്ളാക്കിയിട്ട് ഈ കാണുന്നതിൽ ഒന്നും കൂടി ടിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്ക് വരാം. ബാക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് വന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി ചെക്ക് ചെയ്ത് ഒരു മിനിറ്റ്, സോറി വാട്സപ്പ് ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു അഡാറ് ലുക്ക് തന്നെ ഫോണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം ചിലപ്പോൾ ക്യാമറ കാണുന്നത് ചിലവർക്ക് അത് മനസ്സിലാവില്ല. നിങ്ങൾ ഫോണിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ലുക്ക് കിട്ടും. ഇനി നിങ്ങളൊന്നും ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലാം. കഴിഞ്ഞിട്ട് വിഡ്ജറ്റിലോട്ട് പോവാം. വിഡ്ജറ്റിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ അത് റിപ്പീറ്റ് പറയണതാണ് ചിലർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് വിഡ്ജറ്റിലോട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഫീഡ് WKG എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ആ ഫയൽ തന്നിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ. ഇതൊക്കെ പെയ്ഡാണ് പ്ലേ സ്റ്റോറിൽ, അത് ഫ്രീ ആക്കിയിട്ട് ഒരു ഫയലാക്കി തന്നിരിക്കുകയാണ്, അത് എക്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ വിഡ്ജറ്റിലോട്ട് പോരാ. വിഡ്ജറ്റിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അല്ലെങ്കിൽ 1x1 എന്ന് പറഞ്ഞിട്ട് അത് ലോങ് പ്രസ് ചെയ്യാം. സോ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഒന്നും കൂടി ലോങ് പ്രസ് ചെയ്യുക. റീസൈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളിങ്ങനെ ഏകദേശം ഒന്ന് വലിച്ചു നോക്കാം. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓണായി വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അവിടെ നിന്ന് ഞാൻ ഗോസ്റ്റി KWGT എന്ന് പറഞ്ഞിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ് പോരാ. ഞാൻ ഒന്ന് കണ്ടുപിടിക്കും ഡേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അവിടെ നിന്ന് 32ാമത്തെയാണ് ഇതാണ് സാധനം. ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓക്കെ എന്നൊക്കെ വരും. അത് ക്ലിക്ക് ചെയ്യാതെ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 പ്രാവശ്യമാണ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓക്കെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കുറച്ച് ഇങ്ങനെ ഇവിടെ ഒരു ആരോ പോലെ ഉണ്ട്, അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എത്തണ വരെ മതി. സൂം ചെയ്ത് തരാം. ഇവിടെ എത്തണ വരെ പ്ലസ് ചെയ്യുക. പ്ലസ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഇനി കണക്കൊന്നും കൂടി ഇതെവിടെ ഒരു കണക്ക് ഉണ്ട്, അത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പൊക്കത്തൊരു സേവ് ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി. ഓക്കെ, നമ്മുടെ കസ്റ്റമൈസേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കസ്റ്റമൈസേഷൻ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻസ് ഒക്കെ തുറക്കാം. ഇങ്ങനെയാണ് സ്ക്രോൾ ഇങ്ങോട്ടല്ല, സ്ക്രോൾ ഇങ്ങോട്ട് പിന്നെ സെർച്ച് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കാം. ഞാനൊന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നോട്ടെ. ഇല്ല, കറക്റ്റ് അളവാണ് കേട്ടോ, കറക്റ്റ് അളവാണ്. എൻ്റെ ആ ഡേറ്റ് മൊത്തം കാണിക്കുന്നതൊക്കെ ഉണ്ട്. ഇവിടെ കറൻറ്റ്ലി ടൈം കാണിക്കുന്നുണ്ട്. ഡേറ്റ് 11:39 AM വിത്ത് ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലത്തെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഓണാക്കി വെക്കണം. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക.
കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഇനിയും കിട്ടാൻ വേണ്ടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ കിട്ടാൻ വേണ്ടി ഒന്നുകൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ കുറെ കസ്റ്റമൈസേഷൻ ഉണ്ട്, പല മോഡൽ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോക്കുക. ഞാൻ ഡെയിലി ഇതുപോലെ അപ്ലോഡൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്തൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ച്.